2003 മുത്തങ്ങ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ആക്ഷൻ ജോണർ മൂവിയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. ടൊവിനോ തോമസ് ആണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കൂട്ടനാട്ടുകാരനായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമാണ് ഇതിൽ ടൊവിനോ തോമസ് ചെയ്തിരിക്കുന്നത്. തനിക്ക് ഇഷ്ടമില്ലാതിരുന്ന പോലീസ് കോൺസ്റ്റബിളിലെ ജോലി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വർഗീസ് ഏറ്റെടുക്കുകയാണ്. തുടർന്ന് വയനാട്ടിലോട്ട് ആദിവാസികളുടെ സമരം നടക്കുന്ന പന്തലിലോട്ട് ഡ്യൂട്ടി ലഭിക്കുന്നു. അവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളും കുറച്ച് കലാപങ്ങളും ഉണ്ടാവുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു നോൺ ലീനിയർ രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ വർഗീസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെയും അതിന്റെ ചുറ്റുപാടുകളെയും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ വയനാട്ടിലോട്ട് കഥ എത്തുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ വളരെയധികം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് സിനിമ മാറുന്നത് കൊണ്ട് തന്നെ വളരെ ഇമോഷണലി ഇന്റൻസീവ് ആയിട്ടുള്ള സീക്വൻസ് എത്തുമ്പോൾ കാര്യമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഹുക്കീപ്പിക്കുന്ന തരത്തിലുള്ള എലമെന്റ്സുകളോ കാര്യങ്ങളോ മിസ് ഔട്ട് ആയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിന് ശേഷം സിനിമയുടെ ക്ലൈമാക്സ് വരെ ഒരു തരത്തിലും ഇംപ്രസ് ചെയ്യിപ്പിക്കാത്ത, ഒരു തരത്തിലും ഹൈ തരാത്ത തരത്തിൽ ജസ്റ്റ് ഇങ്ങനെ സിനിമ കണ്ടിരിക്കുന്ന ഒരു ഫീല് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അബിൻ ജോൺസൺ റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അനുരാജ് മനോഹർ ആണ്. ഇഷ്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അനുരാജ് മനോഹർ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ക്യാരി ചെയ്തിരിക്കുന്നത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ സമ്മാനിക്കുന്നതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റോ ഹൈയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി എക്സ്പീരിയൻസ് മാത്രമായിട്ടാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.